സ്വാമി സ്വാമി, ഇവിടെ കൃഷ്ണമൂർത്തിയുടെ വീടേതാ? കൃഷ്ണമൂർത്തിയാ? ഏത് കൃഷ്ണമൂർത്തി? ജി കൃഷ്ണമൂർത്തി. ഒരു ടെലിഗ്രാം ഉണ്ട്. ടെലിഗ്രാമോ? അയ്യോ, ഒരുവേള അപ്പാവുക്കാർക്കുമോ? സാമിടപ്പന്റെ പേര് കൃഷ്ണമൂർത്തി? ആമാ. എന്നാ വിളി. സത്യം 3 വർഷമാச்சு. ഇപ്പൊ പോയി ആര് ടെലിഗ്രാം അടിച്ചിരിക്ക? ചത്തുപോയാ? ആമാ. അയ്യേ, ഇയാൾക്ക് എന്താ വട്ടുണ്ടാ? ഓ നിന്നെ എന്റെ ചത്തിട്ടില്ലേ? അതല്ല, നിങ്ങൾ അത് അഡ്രസ് ശരിക്കും വായിച്ചേ നോക്കട്ടെ. ജെ കൃഷ്ണമൂർത്തി, സൺ ഓഫ് പാർവതി അമ്മാൾ, നമ്പർ 3 ഈശ്വരൻ. ഓ യവനാ, യവ അപ്പാവല്ലേ? എൻ മരുമകൻ, എന്നോട് സിസ്റ്റർസൺ. പഠിച്ച് പാസ്സായിട്ടും ജോലിക്ക് പോകാതെ നാടകം കളിച്ചടക്കുന്നില്ലേ ഒരു കുരുത്തം കെട്ടവൻ, അവൻ താ. മോളെ, കൃഷ്ണമൂർത്തി വീടല്ലേ ഇത്? കൃഷ്ണമൂർത്തിക്ക് ടെലിഗ്രാം ഉണ്ടല്ലോ. കൃഷ്ണമൂർത്തി അല്ലേ ഇവിടെ? ഇതിലൊന്നും ഒപ്പിടണല്ലോ. അന്ന മടത്തി പൂജയ്ക്ക് പോയിരിക്കുക, അവിടെ ചെന്നാ കാണാം. എതുക്ക്? ടെലഗ്രാം താനേ ഒപ്പിട്ട് വാങ്ങിക്കോ. ഇത് അവനുടെ പെങ്ങള് ഒപ്പിട്ട് കൊടുക്കും. വാങ്ങി പാരടി. എവിടെ ഒരു ഒപ്പ്? പാര്, சீக்கிரம் பாரடி. என்னடி, என்னாச்சு? மாமி, கிருஷ்ணமூர்த்தி அண்ணா எனக்கு வேலை கிடைச்சிருக்கு. என்ன? கிருஷ்ணமூர்த்தி அண்ணா எனக்கு வேலை கிடைச்சிருக்கு மாமி. ब्रह्मचारिण स्वाहा, विमायन्त ब्रह्मचारिण स्वाहा, रमायन्त ब्रह्मचारिण स्वाहा, रमायन्त ब्रह्मचारिण स्वाहा, रमायन्त ब्रह्मचारिण स्वाहा, यशोजनेशा निस्वाहा, श्रेयान्वत्यसोदा निस्वाहा, यशोजनेशा निस्वाहा, श्रेयान्वत्यसोदा निस्वाहा, संस्वाभगप्रविशा निस्वाहा, समाभगप्रविश स्वाहा. அம்மா இன்னும் வரல, நான் பாட்டு படிப்பிக்க போயிருக்கா. എനിക്ക് ജോലി കിട്ടിയ കാര്യം പറഞ്ഞ இல்லையே, அவ போனதுக்கு அப்புறம் தான் டெலிகிராம் வந்தது. പോയി. എനിക്ക് ജോലി കിട്ടിയ കാര്യം ലോകത്തിൽ ആദ്യം അറിയേണ്ടത് എന്റെ അമ്മ. கிருஷ்ணமூர்த்தி, பஞ்சாக நில்லு. இப்போ உனக்கு ஒரு வேலை கிடைச்சிருக்கு இல்லையா? இவ்வளவு காலமா நீயும் அம்மாவும் எங்களை தொந்தரவு பண்ணிட்டு இருந்தது. இனியாவது அம்மாவை கூட்டிட்டு போகப்படாதா? பாட்டு படிப்பிக்கத்தான் வரேன். இது இப்ப எல்லாம் பாட்டு படிப்பிக்கிறத விட ஜாஸ்தி பணம் இந்த வேலைக்கு கொடுக்கறா. அதான்
என்ன மாமி இது? இவன் எவ்வளவு சந்தோஷமான காரியத்தை சொல்ல வந்து தெரியுமா? அவனுக்கு வேலை கிடைச்சாச்சு மாமி, வேலை. கல்கட்டா கன்ஸ்ட்ரக்ஷன் கம்பெனி பெரிய கம்பெனி. அவங்க இப்ப கொச்சியில புதுசா கன்ஸ்ட்ரக்ஷன் ஸ்டார்ட் பண்ண போறாங்களா? அந்த கொச்சி கன்ஸ்ட்ரக்ஷனுக்கு இந்த கிருஷ்ணமூர்த்தி தான் சீஃப் சைட் ஆபீசர். 6 மாசம் தான் பிரபேஷன். அது முடிஞ்ச 4 லட்சம் சம்பளம், அப்புறம் காரு, பங்களா, கோட்டேஜ் எல்லாம் கிடைக்குமா? அப்படியா கண்ணா? എല്ലാ വീടും ഒരുപോലെ ഉണ്ടല്ലോ, എങ്ങനെ ഒന്ന് തിരിച്ചറിയാ? നിർത്തേ ചോദിച്ചിട്ട് പോവാ. സ്വാമി ഒന്നും കൂടെ നോക്കിയേ. എന്താ? ഈ കൃഷ്ണമൂർത്തിയുടെ വീടറിയോ? കൃഷ്ണമൂർത്തി, ജി കൃഷ്ണമൂർത്തി. കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൈറ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടിയ കൃഷ്ണമൂർത്തി അല്ലേ? 4 ലക്ഷം ശമ്പളം, കമ്പനിക്കാർ, ഡ്രൈവർ, ക്വാർട്ടേഴ്സ്, ഇതൊക്കെയുള്ള കൃഷ്ണമൂർത്തി അല്ലേ? ഇറങ്ങി വന്നോളൂ. അവൻ എന്റെ മരുമകനാ. മരുമകൻ ആണോ? എവിടുന്നാ? ഞാനും കൽക്കട്ട കമ്പനിന്നാ. ആഹാ. എന്റെ പേര് ജോസഫ്. കൃഷ്ണമൂർത്തി സ്വാമിയെ നേരിട്ട് കാണാൻ വേണ്ടി വന്നതാ. അതിനെന്താ വിഷമം? ഡേ കൊഞ്ചം എങ്ക വാടാ. என்னப்பா? കൃഷ്ണമൂർത്തി സ്വാമി, അയ്യോ എന്റെ സ്വാമി എന്നെ രക്ഷിക്കണേ. അയ്യോ, സ്വാമി എന്നെ രക്ഷിക്കണം. അയ്യോ സ്വാമി എവിടെ നിൽക്ക് സ്വാമി? എന്റെ സ്വാമി എന്നെ രക്ഷിക്കണം. എടോ, താൻ എന്തായി കാണിക്കാൻ? കാര്യം പറയാനാണ്. അതിന് ഇവൻ കൃഷ്ണമൂർത്തി അല്ല. അയ്യേ, പിന്നെ ഇതെന്തത്? ഇതെന്റെ മകൻ പട്ടാഭിരാമൻ. കൃഷ്ണമൂർത്തി, എന്റെ കൃഷ്ണമൂർത്തി സ്വാമി എന്നെ രക്ഷിക്കണേ. എന്റെ പൊന്നു സ്വാമി എന്നെ രക്ഷിക്കണേ. അയ്യോ ഞാൻ വിടില്ല. வந்ததிலிருந்து இதுதான். ஒவ்வொருத்தன் காலையில விழுந்துட்டே வர்றான். கேட்டா உங்க கூட வேலை பார்க்கறவனாக்கணும். കൊച്ചിയിൽ കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സ്വാമിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആളാ ഞാൻ. പേര് KK ജോസഫ്. ഓ അത് ശരി. ഇതാ സ്വാമിയുടെ കൂടെ കൊച്ചിയിലേക്ക് വരാൻ പോണ അമ്മ. അതെ. എന്റെ അമ്മേ, ഇയാൾക്ക് എന്താ വേണ്ടേ? സ്വാമിയോട് വന്നേ. എന്നടാ മൂർത്തി, എന്നാ ഇതല്ല? ഒന്നുമില്ല. പട്ടാവി, നീ അമ്മയെ കൂട്ടിട്ട് പോ. വന്നേ സ്വാമി. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? മൂർത്തി, ஒண்ணும் இல்ல மாமி, ஒண்ணும் நடக்காது, வாங்கோ. സ്വാമി, സ്വാമിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലിയല്ലേ ഇത്? അപ്പൊ ദയവ് ചെയ്ത് സ്വാമി ഈ ജോലിക്ക് വരരുത്. ഈ ജോലിക്ക് സ്വാമി വരരുതെന്ന്. ഈ ജോലി സ്വാമിക്ക് പറ്റില്ല. പറ്റില്ലേ? എന്താ പറ്റില്ല? ഈ വെണ്ടയ്ക്കും മുരിങ്ങയ്ക്കും സാമ്പാറും ഒക്കെ കഴിച്ചു കഴിയുന്ന ഒരു സ്വാമിക്ക് പറ്റിയ പണിയല്ല ഇത്. ആ സ്ഥലം ഏതാണെന്നറിയോ? വിയറ്റ്നാം കോളനിയാണ്. വിയറ്റ്നാം കോളനി. എന്താ? വിയറ്റ്നാം കോളനിന്ന്. വിയറ്റ്നാം കോളനിയാ? ഈശോയെ, വിയറ്റ്നാം കോളനിന്ന് കേട്ടിട്ടില്ലേ? പറവൂർ റാവുത്തർന്ന് കേട്ടിട്ടുണ്ടാ? ഇരുമ്പുചോണെന്ന് കേട്ടിട്ടുണ്ടാ? കണ്ണസ്രാങ്കെന്ന് കേട്ടിട്ടുണ്ടാ? വട്ടപ്പള്ളിന്ന് മല്ലയ്യാന്ന് കുഞ്ഞാപ്പിന്ന് കേട്ടിട്ടുണ്ടാ? 8ഉം 10ഉം കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഇനി ആരാ കൊല്ലേണ്ടെന്ന് ചോദിച്ചു നടക്കുന്ന പിശാചുക്കളാ അവര്. അവന്മാരെയൊക്കെ കുടിയൊഴിപ്പിക്കാനാ കമ്പനി സ്വാമിനെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അവിടെയാണ് സൈറ്റ് ഓഫീസ് ഓർക്കേണ്ടതും കൺസ്ട്രക്ഷൻ നടത്തുന്നതും. എന്താ പോണോ പറ. സൈറ്റ് ഓഫീസ് പോയിട്ട് കമ്പനിയുടെ ഒരു മുട്ടുസൂചി അതിനകത്ത് തറയ്ക്കാൻ അവന്മാര് സമ്മതിക്കില്ല. പിന്നെയാണ് കൺസ്ട്രക്ഷൻ. ഒന്നും മനസ്സിക്കളെ അവന്മാര്. സ്വാമി ദയവേദി ജോലിക്ക് വരരുത്. സ്വാമി വന്ന സ്വാമിയുടെ കൂടെ എന്നെ അങ്ങോട്ട് കെട്ടിരിക്കേണ്ടതായിട്ട് വരും. ഭാര്യയും 3 മക്കളുള്ളവനാ ഞാൻ. എന്റെ കാര്യം പോട്ടെ, സ്വാമി അവരെ വഴിയാധാരാക്കരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി സ്വാമിയുടെ ഇഷ്ടം. ജോസഫ്, 10-15 കൊല്ലം ബംഗാളി കിടന്ന് കഷ്ടപ്പെട്ടവനാ ഞാൻ. ഒടുക്ക അവിടെ കിടന്ന് നിലവിളിച്ചിട്ടാ ഇങ്ങനൊരു ട്രാൻസ്ഫർ കിട്ടിയത്. അത് ഇങ്ങനെയുള്ള നരകത്തിലേക്കാതിരുന്നെങ്കിൽ ബംഗാളിൽ ഞങ്ങൾ കുറ്റിട്ടാ പോരായിരുന്നു. ഇങ്ങനെ രാജ്യം. கிருஷ்ணமூர்த்தி, நான் ஒன்னு எங்கெல்லாம் தேடிட்டு வரேன் தெரியுமா? சீக்கிரம் வீட்டுக்கு வந்துடுறேன். அங்கே ஒரே கலாட்டா. നീ പണം കൊടുക്കാനുള്ള സകല കടക്കാരും വീട്ടിൽ വന്നിരിക്കുന്നു. എല്ലാം എന്റെ അപ്പൻ ചെയ്ത പണിയാ. നിനക്ക് ജോലി കിട്ടി നടന്നപ്പോ കടക്കാരെ മുഴുവൻ ആളായിട്ട് വരുത്തി. വേഗം വീട്ടിലേക്ക് വാടാ. വന്നിട്ടാ കൃഷ്ണമൂർത്തി വന്നിട്ടാ. കൃഷ്ണമൂർത്തി, ഇത്രയും നാൾ തഞ്ചാവൂരിലെ കേസ് ജയിക്കട്ടെ,
നിങ്ങളുടെ സ്വത്തൊക്കെ തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞ് നീ ഞങ്ങളെ നിർത്തി. ഇപ്പൊ നിനക്ക് നല്ലൊരു ജോലി കിട്ടിയില്ലേ? ഇനിയെങ്കിലും ഞങ്ങളുടെ പണത്തിന് സമാധാനം ഉണ്ടാക്കണം. അതൊക്കെ ഞാൻ ഇപ്പൊ നീ ഇവിടുന്ന് ജോലി സ്ഥലത്തേക്ക് അമ്മയും കൂട്ടിക്കൊണ്ട് പോയാ ഞങ്ങളുടെ പണം ആര് തരും? ആരോട് ചോദിക്കും? അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തിരിക്കുക. നിന്റെ ശമ്പള പണത്തിൽ നിന്ന് 1000 രൂപ വീതം മാസം തോറും ഞാൻ കഴിച്ചു തരണം. അങ്ങനെ 6-7 കൊല്ലം കൊണ്ട് കടം വിട്ടിയാൽ മതി. അതെന്താ? അതൊക്കെ ഞാൻ തരാം. ആദ്യം എനിക്കൊരു ജോലി കിട്ടട്ടെ. ജോലി കിട്ടട്ടെ വാ. അപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ജോലിയോ? ആ ജോലിക്ക് ഞാൻ പോകുന്നില്ല. അവിടെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. തരാനുള്ള പണം തരാതിരിക്കാൻ വേണ്ടി കിട്ടിയ ജോലി നീ വേണ്ടാന്ന് വെച്ചു അല്ലടാ? എടാ നിന്റെ അച്ഛൻ ആ കള്ളസ്വാമി കയ്യിൽ എണ്ണി മേടിച്ച പണമാണെങ്കിൽ അത് നിന്റെ കയ്യിൽ നിന്ന് എണ്ണി മേടിക്കാൻ നിങ്ങൾക്ക് അറിയാമടാ. ചേട്ടാ, പണം ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ അതിനു വേണ്ടി മരിച്ചുപോയ എന്റെ അച്ഛനെ പറയരുത്. പറയൂടാ, തരാനുള്ളത് തരാണ്ട് ചേർത്താൽ നിന്റെ അച്ഛനല്ല അയാളുടെ അച്ഛനെ മൂർത്തി പറയിപ്പിക്കാൻ നോക്കാൻ എനിക്കറിയാം. കാണാം. എടാ എന്നടാ ഇത്? എടാ എന്നാ മുതലേ മன்னிப்புകൾ മാമാട്ട് മன்னிപ്പൊന്നും കേൾക്കണ്ട. കൊടുക്കാനുള്ള പണത്തെ കൊടുത്താ അതാ പറഞ്ഞത് തരാമെന്ന്. മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? പണം അവൻ തരും. ഈ ജോലിക്ക് അവൻ പോവുകയും ചെയ്യും. ഒന്നും പറയണ്ട, ഈ ജോലിക്ക് നീ പോയേ പറ്റൂ. ഇനി ഇവരുടെ പണം കൊടുത്തു തീർക്കാതെ ഞാൻ ഇവിടെ വിട്ട് എങ്ങോട്ടുമില്ല. മരിച്ചുപോയ നിന്റെ അച്ഛനെ പറയിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് കൊള്ളി വെക്കുന്നതല്ലേടാ. ശിവരാമ, നീ എല്ലാരും വിളിച്ചോണ്ട് പോ. നിങ്ങളുടെ പണം തരാൻ ഞാനുണ്ടാവും. പോടാ. വാടാ വീട്ടിൽ. കണ്ണ, ഇഷ്ടമില്ലാത്ത ജോലിക്ക് അമ്മ നിർബന്ധിച്ച് അയക്കുകയാണെന്ന് വിചാരിക്കരുത്. അങ്ങനൊന്നുമില്ല. അമ്മയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ. ഇടേ പട്ടാഭി, അമ്മയെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. കണ്ണ, നീ ഒരു ബ്രാഹ്മണനാണ്. നിന്റെ ദേഹത്ത് കിടക്കുന്നത് പൂണൂല്. ബ്രാഹ്മണന്റെ മഹത്വവും പൂണൂലിന്റെ പുണ്യവും എന്റെ മോനൊരിടത്തും കൈവിടും. അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ പോട്ടെ. പോയിട്ട് വരയും ചൊല്ലടാ കണ്ണ. പോയിട്ട് വരാം. പട്ടാഭി, പട്ടടാ. മോളെ, ജി കൃഷ്ണമൂർത്തി, MA ഫസ്റ്റ് ക്ലാസ് ഇൻ ഇക്കണോമിക്സ്. ജി കൃഷ്ണമൂർത്തി, ബെസ്റ്റ് ആക്ടർ, ഇന്റർ കൊളീജിയറ്റ് ഡ്രാമ കോമ്പറ്റീഷൻ. ജി കൃഷ്ണമൂർത്തി, ബെസ്റ്റ് ആക്ടർ, യൂണിവേഴ്സിറ്റി ഡ്രാമ കോമ്പറ്റീഷൻ. എന്താ മിസ്റ്റർ തോമസ് ഇത്? എനിക്കവിടെ നാടക കമ്പനി തുടങ്ങാനല്ല, ഇങ്ങനെ ഒരാളെ വെച്ചാണോ നമ്മൾ കോളനി ഒഴിപ്പിക്കാൻ പോകുന്നത്, കൺസ്ട്രക്ഷൻ നടത്താൻ പോകുന്നത്? സാറ് വിചാരിക്കുന്ന പോലെയല്ല. ഇയാൾ കറക്റ്റ് ആയിരിക്കും. ഇയാളെ പോലെ ഒരാളെയാണ് നമുക്കവിടെ ആവശ്യം. അല്പസ്വല്പം നാടകവും അഭിനയവും തന്ത്രവും കുതന്ത്രവും ഒക്കെ ഉള്ള ഒരാളെ. സാറ് നോക്കിക്കോ, വിയറ്റ്നാം കോളനി അയാൾ ഒഴിപ്പിച്ചിരിക്കും. താൻ വന്നു അല്ലേ? സോറി, വരാണ്ടിരിക്കാൻ മാക്സിമം നോക്കിയതാണ്, പറ്റിയില്ല. അപ്പോ ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ട് തന്റെ മനസ്സലിഞ്ഞില്ല അല്ലേ? അലിഞ്ഞതാണ്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അത് വീണ്ടും കട്ടിയായി പോയി. സാർ, അകത്തേക്കെല്ലാം പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ, ഇരിക്കൂ. ഇത് അഡ്വക്കേറ്റ് തോമസ്, കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ്. ഹലോ. ഹലോ. കൃഷ്ണമൂർത്തിക്ക് ഏറ്റെടുക്കാൻ പോകുന്ന ജോലിയെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ട് സാർ, കുറച്ചൊക്കെ. ഇതാണ് കൃഷ്ണമൂർത്തി പോകേണ്ടതും ഒഴിപ്പിച്ചെടുക്കേണ്ടതുമായ വിയറ്റ്നാം കോളനി. കോളനിക്ക് ചുറ്റും കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ കമ്പനിയുടെ വകയാണ്. പക്ഷേ കോളനി ഇരിക്കുന്ന ഈ സ്ഥലം അവിടെ കിട്ടാതെ നമുക്കവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പറ്റില്ല. ഇത് വിട്ടുതരാൻ അതിന്റെ ഉടമസ്ഥൻ മൂസസായിട്ട് തയ്യാറുമാണ്. പ്രശ്നം അവിടുത്തെ താമസക്കാരാണ്. അവരവിടെ ഒഴിഞ്ഞു തരില്ല. 100ഓളം കുടുംബങ്ങളാണ് അവിടെ തിങ്ങി താമസിക്കുന്നത്. എന്ത് ചെയ്തിട്ടും ഒഴിഞ്ഞുപോകാൻ കൂട്ടാക്കാത്ത പ്രശ്നക്കാരായ 100ഓളം കുടുംബങ്ങൾ. ഭൂരിഭാഗവും വാടകക്കാരാണ്. പിന്നെ കയ്യേറ്റക്കാരായ കുറെ ഗുണ്ടകളും. ഇവരെയൊക്കെ ഒഴിപ്പിച്ച്
അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമുക്ക് ന്യായമായിട്ടുള്ള എന്ത് വേണേൽ ചെയ്യാം. വേറെ സ്ഥലം വേണമെങ്കിൽ സ്ഥലം കൊടുക്കാം, വീട് വെച്ചു കൊടുക്കണം വീട് വെച്ചു കൊടുക്കാം. അങ്ങനെ എന്ത് ചെയ്യാനും കമ്പനി തയ്യാറാണ്. ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് അവിടെ ഒഴിപ്പിക്കാനാണ് ഇപ്പൊ കൃഷ്ണമൂർത്തി അങ്ങോട്ട് അയക്കുന്നത്. പിന്നെ കൃഷ്ണമൂർത്തി അവിടെ പോകാൻ പോകുന്നതും താമസിക്കാൻ പോകുന്നതും കമ്പനിയുടെ ആളായിട്ടല്ല, കോളനിയെ പറ്റി കഥ എഴുതാൻ ചെന്നിരിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ടാ. കമ്പനിയുടെ ആളായിട്ട് അങ്ങോട്ട് ചെന്നാൽ അതിനകത്ത് കാല് കുത്താൻ പോലും സമ്മതിക്കില്ല. അതുകൊണ്ടാ. കൃഷ്ണമൂർത്തി പേടിക്കണ്ട. കൃഷ്ണമൂർത്തിക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും രഹസ്യമായിട്ട് ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടത്തുകാരനൊരു ബ്രോക്കറുണ്ട്, എരുമേലി. അയാൾ കൃഷ്ണമൂർത്തിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. പട്ടാളം മാധവി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്. കൃഷ്ണമൂർത്തി കമ്പനിയുടെ ആളാന്ന് അവിടെ ഒരു കുഞ്ഞു പോലും അറിയരുത്. അറിഞ്ഞാൽ പിന്നെ കൃഷ്ണമൂർത്തി രക്ഷിക്കാൻ ഞങ്ങൾക്കെന്നല്ല ഒരാൾക്കും പറ്റിയൊന്നും വരില്ല. ശരി സാർ, അവിടെ ആരും എന്നെ തിരിച്ചറിയില്ല. പിന്നെ അവിടുന്ന് എല്ലാവരും ഒഴിപ്പിക്കാതെ ഞാൻ ഇങ്ങോട്ട് വരികയില്ല. പോരെ? ഗുഡ്. വിഷ് യു ഓൾ സക്സസ് ഓവർ വിയറ്റ്നാം കോളനി.